കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ചിലർക്കെങ്കിലും അവരുടെ മനസ്സിലൊരു ചിന്ത വന്നേക്കാം, ഈ കസേരപ്പുറത്തിരിക്കുന്ന പത്രോസിനെ എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത്? എളിയവനായ പത്രോസ്, അതല്ലെങ്കിൽ ആഴമായ ദൈവാനുഭവം ഉണ്ടായിരുന്ന പത്രോസ്, ആ പത്രോസിനെയൊക്കെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? പത്രോസിൻ്റെ സിംഹാസനം, അതിനെ എന്തിനു നമ്മൾ ധ്യാനിക്കണം എന്ന് ചിലർക്കെങ്കിലും ഒരു തെറ്റായൊരു ചിന്ത വന്നേക്കാം. അത് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളിവിടെ പത്രോസിൻ്റെ ആ വലിയ മഹത്വം അല്ലെങ്കിൽ പ്രൗഢിയായിട്ട് ജീവിച്ച അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്. പത്രോസിന് ദൈവം കൊടുത്ത ഒരധികാരമുണ്ട്. കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബനാഥി എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മേൽ ഒരധികാരം നിങ്ങൾക്കുണ്ട്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ സുപ്പീരിയർ എന്ന നിലയ്ക്ക് ആ സുപ്പീരിയറിന് ഒരധികാരമുണ്ട്. വികാരിയച്ഛൻ എന്ന നിലയ്ക്ക് ആ ഇടവക ജനത്തിൻ്റെ മേൽ ഒരധികാരമുണ്ട്. അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യം ഇത് തന്നെ. മത്തായി 18:19 വായിച്ചാൽ അവിടെ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ കെട്ടുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിങ്ങൾ അഴിക്കുന്നുവോ അവ അഴിക്കപ്പെട്ടിരിക്കും. സഭയിൽ കർത്താവ് നൽകിയ ഒരധികാരം, കുമ്പസാരിപ്പിക്കാൻ ദൈവം നൽകിയ ഒരധികാരം, അതിലൂടെ പാപം മോചിക്കാൻ ദൈവം നൽകിയ അധികാരം. ഇതിൽ വിശ്വാസം അർപ്പിച്ചാൽ ഈ കൂദാശ വഴി വലിയ അനുഗ്രഹം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയൊരു ചാക്രിയ ലേഖനമുണ്ട്, വീത്ത കോൺസെക്രാത്ത. ഇനി അതിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നൊരു കാര്യം, വൈദികരും സന്യസ്തരും മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികളും ലക്ഷ്യം വയ്ക്കേണ്ട ഒന്നാണ് ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുക. ഇത് ഞങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി മാത്രമുള്ളതല്ലെന്ന്, എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ചു, ആ അനുഭവമാണ് ഇന്ന് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെന്തും പറയട്ടെ, ആൾക്കാരെന്തും നോക്കട്ടെ, അതല്ല എനിക്ക് പ്രധാനപ്പെട്ടത്. അവർ കാണുന്നുണ്ടോ ഇല്ലയോ, അവരെന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അതൊന്നുമല്ല എനിക്ക് പ്രധാനപ്പെട്ടത്. ഞാൻ ദൈവത്തെ അനുഭവിച്ചു, അനുഭവമാണ് ഇന്നെന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ടാവും? കൺവെൻഷൻ കൂടിയ ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലെ ഉണ്ടാകാം. പക്ഷേ ഈ കൺവിക്ഷൻ, ഈ ബോധ്യം, ഈ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബോധ്യം, ഇതുണ്ടായ എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്.
നമ്മളെക്കുറിച്ച് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രിയപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, ഞാൻ ആരെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, അപ്പസ്തോലന്മാരോട് ചോദിച്ചു. ഇനി അതിന് പലവിധ മറുപടികൾ അവർ പറഞ്ഞു. മനുഷ്യരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ മനുഷ്യരിൽ നിന്നും കേട്ടത് ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് പേർക്ക് ആകെപ്പാടെ അറിയാവുന്നത് അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, അത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ദൈവം എന്ത് പറയുന്നു, ദൈവം ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്, അതേക്കുറിച്ച് അറിയില്ലാത്ത വ്യക്തികളുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഒരു കാര്യം, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നീ പറയുന്നത് എന്താണ്, ഞാൻ നിനക്ക് ആരാണ്? അവിടെ വലിയൊരു നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത ഭേദിച്ച് മുമ്പോട്ട് വന്നൊരു വ്യക്തിയാണ് പത്രോസ്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. പ്രിയപ്പെട്ടവർ, അതിന് മറുപടിയായിട്ട് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പത്രോസേ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. കാരണം നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് മാംസരക്തങ്ങളിലൂടെ ഒന്നുമല്ല, നീ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയതല്ല, നീ ആരുടെയെങ്കിലും പ്രസംഗം കേട്ട് പഠിച്ചതല്ല. നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ഭാഗ്യപ്പെട്ടവരാകുന്നത് ലോട്ടറി അടിക്കുന്നതിലൂടെയൊന്നുമല്ല. നമ്മൾ ഭാഗ്യപ്പെട്ടവരാകുന്നത് വിദേശത്ത് പോകാനോ വേണമെങ്കിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റിയതിലൂടെ അല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ടവരാകുക പിതാവായ ദൈവത്തിൽ നിന്നും വെളിപ്പെടുത്തൽ, യേശു ആരാണെന്ന് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പറയുന്നുണ്ട്, ഈ വ്യക്തിപരമായ അനുഭവം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. അതുണ്ടാകാൻ ഒരു ഒഴുക്കം മട്ടിലുള്ള പ്രാർത്ഥനയൊന്നും അതിനുപകരിച്ചെന്ന് വരില്ല. മറിച്ച് സമയമെടുത്ത് ഇരുന്ന് ത്യാഗോജ്വലമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ആരാണെന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. വില കൊടുത്തുള്ള പ്രാർത്ഥന, വില കൊടുത്തുള്ള ബലിയർപ്പണം, വില കൊടുത്തുള്ള ശുശ്രൂഷാ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യപ്പെട്ടവരാകുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. പ്രിയപ്പെട്ട ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് പറഞ്ഞൊരു കാര്യം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ശ്രേഷ്ഠന്മാർക്ക് ഞാനൊരു ഉപദേശം നൽകുന്നു. എന്നിട്ട് എന്തായിരുന്നു പറഞ്ഞ്? അദ്ദേഹം കൊടുത്ത ഒരു ഉപദേശം ഇതാണ്, അജഗണത്തെ പരിപാലിക്കുക. നമ്മളിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ കസേരയിൽ മഹത്വത്തോടെ ഇരുന്ന പത്രോസിനെ അല്ല, അജഗണത്തെ പരിപാലിച്ച പത്രോസിനെയാണ് നമ്മൾ കാണുക. വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ച പത്രോസിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നതും ആ മാതൃക അനുകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതും. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം വായിച്ചാൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊരുപക്ഷെ അതിൻ്റെ പേരിൽ ഞങ്ങളെ ജയിലിൽ അടച്ചേക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ മെസ്സേജസ് വരുന്നുണ്ട്. എന്താണ് നോർത്ത് ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? മിക്കവാറും അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ രൂക്ഷമായ അവസരങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധികൾ അവർക്കുണ്ടായിരുന്നു, ജയിലിലടയ്ക്കപ്പെടുന്ന അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വ്യക്തിപരമായ ദൈവാനുഭവം, അതുകൊണ്ട് പത്രോസ് പറയുക, ജയിലിൽ അടയ്ക്കുമെന്ന് പേടിച്ച് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ പറയാതിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടതിന് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് ഈ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച്. 1 യോഹന്നാൻ 1-ാം അധ്യായം എന്ന് വായിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് വായിച്ചൊന്നുമല്ല, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്ക് പറയണം. ചെറിയൊരു പ്രശ്നം കാണുമ്പോഴേ, ചെറിയൊരു അസൗകര്യം വരുമ്പോഴേ,
സുവിശേഷ വേലയൊക്കെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ സുഖജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ വ്യക്തിപരമായ അനുഭവം നമുക്കില്ലാത്തത്. ഇനി പത്രോസ്ലീഹ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കണ്ടു. അജഗണത്തെ പരിപാലിക്കണം. അജഗണത്തെ പരിപാലിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ വേല ചെയ്യുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിർബന്ധത്തിന് വഴങ്ങിയാകരുത്, മറിച്ച് സ്വമനസ്സാലെ ചെയ്യണം. ഇന്ന് പലരും പലതും ചെയ്യും, വേറെ നിവൃത്തിയൊന്നുമില്ലാതെ വരുമ്പോൾ. അങ്ങനെയല്ല, സ്വമനസ്സാലെ സന്തോഷത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, സ്വാർത്ഥ ലാഭത്തോടുകൂടി ആകരുത്, തീക്ഷ്ണതയോടുകൂടി ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ആത്മാവിൽ ജ്വലിക്കുന്ന ശുശ്രൂഷകർക്ക് ഒരുപാട് സുവിശേഷ വേല ഇന്നും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം പത്രോസ്ലീഹ പറയാണ്, ആധിപത്യം പുലർത്തിക്കൊണ്ടാകരുത്, മറിച്ച് നല്ല മാതൃകാ ജീവിതത്തിലൂടെ വേണം. ഇന്ന് മക്കളെയാണേലും ഭയപ്പെടുത്തി നിർത്താൻ നോക്കുന്ന മാതാപിതാക്കളുണ്ടാകാം. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ നല്ല മാതൃകയിലൂടെ അവരെ നേർവഴിയിൽ നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബനാഥ അവരെ അജഗണത്തെ പരിപാലിക്കുന്നവരെന്ന് പറയാൻ പറ്റും. ഇത് ചെയ്യുന്ന ഒരു വികാരിയച്ഛനോ ബിഷപ്പോ മാർപ്പാപ്പായോ ആരുമാകട്ടെ, ഈ നല്ല ഇടയനായിട്ട് അവർ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഏറ്റുപറയാനും സാധിക്കും. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് വ്യക്തിപരമായ ആ ദൈവാനുഭവമാണ്. അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.